ഹായ് ഫ്രണ്ട്സ്, അലൈൻ കാഴ്ചകളുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ജബൽ ഹഫീദിന്റെ വിശേഷങ്ങൾ തേടിയാണ്. UAE-യിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണിത്. ഒമാന്റെ അതിർത്തിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജബൽ ഹഫീദ് സമുദ്രനിരപ്പിൽ നിന്ന് 1249 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ജബൽ ഹഫീദിന്റെ ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ്. പ്രകൃതിയുടെ വേറിട്ട ഒരു മുഖമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലൈൻ ടൗണിന്റെ വ്യൂ ദൃശ്യമാവുന്നു. അലൈൻ നഗരത്തിന്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള ജബൽ ഹഫീദ് ഇന്ന് വിനോദസഞ്ചാരികളുടെയും പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെയും ആകർഷണ കേന്ദ്രമാണ്. പ്രകൃതിദത്തവും വിശാലവുമായ ഒരു ഗുഹാവ്യൂഹം ജബൽ ഹഫീദിലേക്കുള്ള പാതയിൽ കാണാൻ കഴിയുന്നു. ജബൽ ഹഫീദ് മലയിലേക്കുള്ള ഗതാഗത പാതയ്ക്ക് 11.7 കിലോമീറ്റർ നീളമുണ്ട്. 21 വളവുകൾ ഉൾപ്പെടുന്നതാണിത്. ഡ്രൈവിംഗ് പ്രേമികൾക്ക് ഇത് വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആണ്. മലയിലേക്ക് കയറുന്നതിനായി 2 വരി പാതയും ഇറങ്ങുന്നതിന് 1 വരി പാതയുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പർവ്വത ശിഖരത്തിൽ ചെന്നവസാനിക്കുന്ന ഈ പാതയ്ക്കൊടുവിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് സൗകര്യങ്ങളും ഹോട്ടലും ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം ഇവിടുത്തെ ഭരണാധികാരിയുടെ ഒരു കൊട്ടാരവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സ്ട്രബാക് കൺസ്ട്രക്ഷൻ എന്ന ജർമ്മൻ കമ്പനിയാണ് ജബൽ ഹഫീദിലേക്കുള്ള ഗതാഗത പാത നിർമ്മിച്ചത്. റേസ് എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗികമായി ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. പരിശീലനത്തിനായി എത്തുന്ന സൈക്ലിസ്റ്റുകൾക്ക് ജബൽ ഹഫീദ് ഒരു വെല്ലുവിളിയാണ്. എല്ലാ വർഷവും ദ ജബൽ ഹഫീദ് മെർക്യൂർ ചലഞ്ച് എന്ന സൈക്ലിംഗ് മത്സരം നടന്നുവരുന്നു. ജനുവരി മാസത്തിലാണ് ഇത് സംഘടിപ്പിക്കാറ്. ദേശീയ, അന്തർദേശീയ സൈക്ലിംഗ് താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമ്മൾ ഈ കാണുന്നതാണ് ജബൽ ഹഫീദിന്റെ ടോപ്പ് വ്യൂ പോയിന്റ്. UAE-യുടെ ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ജബൽ ഹഫീദ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്ന് കാണപ്പെടുന്നു. അവരുടെ ശവകുടീരങ്ങൾ പിന്നീട് കണ്ടെത്തുകയുണ്ടായി എന്നും ചരിത്രത്തിൽ പറയുന്നു. ജബൽ ഹഫീദിന്റെ മുകളിൽ നിന്നുള്ള ഈ വ്യൂ വളരെ മനോഹരമായ ഒന്ന് തന്നെയാണ്. അതുതന്നെയാണ് സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. UAE-യുടെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലൈൻ നഗരത്തിന്റെ മനോഹര ദൃശ്യവും ഒമാന്റെ ചില പ്രദേശങ്ങളും കാണാൻ സാധിക്കുന്നു. നമ്മൾ നട്ടുച്ച സമയത്താണ് ഇവിടെ നിൽക്കുന്നത് എങ്കിലും വളരെ തണുത്ത ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഈവനിംഗ് ടൈം വിസിറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം. ഇവിടെ നിന്നുള്ള അസ്തമയ കാഴ്ചകൾ വളരെ മനോഹരമായിരിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ ഇവിടെ നിന്നുള്ള കാഴ്ച അലൈൻ നഗരത്തിന്റെ മനോഹാരിത എടുത്തു കാണിക്കുന്നു. ജബൽ എന്ന വാക്ക് പർവ്വതം അഥവാ മൗണ്ടെയിൻ എന്നും ഹഫീദ് എന്ന വാക്ക് വെങ്കലയുഗത്തിലെ BC 3200 മുതൽ 2600 വരെയുള്ള കാലഘട്ടത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ജബൽ ഹഫീദിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ഒരു ട്രാവൽ വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.